ഒരുപാട് ഫൗണ്ടേഴ്സിനുള്ളൊരു വലിയ പ്രശ്നം തന്നെയാണ് അവർ ഒരു ഗട്ട് ഫീലിങ്ങിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ഐഡിയയുടെ പുറത്ത് അവരുടെ പ്രൊഡക്റ്റ് അങ്ങ് ലോഞ്ച് ചെയ്യും. വിച്ച് മീൻസ് കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് റിസർച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അവരെന്ത് ചെയ്യും, പ്രൊഡക്റ്റ് അങ്ങോട്ട് ലോഞ്ച് ചെയ്യും, എന്നിട്ട് അതിൽ ഫെയിലർ സംഭവിക്കും, എന്നിട്ട് വാട്ട് എന്നുള്ള രീതിയിൽ നോക്കും. എങ്ങനെ ഈ ഒരു ഫെയിലർ സംഭവിച്ചു, ഫെയിലർ ആയല്ലോ, ഫെയിൽഡ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നമായി ഗീവ് അപ്പ് ചെയ്യുന്ന സിനാരിയോസ് ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 99% ഓഫ് ദ പ്രോബ്ലം ഈസ് പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന എലമെൻറ്റ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ജേണിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നിങ്ങളൊരു ഫൗണ്ടറാണ്, നിങ്ങളൊരു ഫൗണ്ടറിൻ്റെ നിങ്ങളുടെ ജേണിയിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫെയിലർ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം, എവിടെ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം, ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് നോയിങ് യുവർ ഓഡിയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കസ്റ്റമർ ആരാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായ ബോധം ഉണ്ടായിരിക്കണം. അതായത് നമ്മളൊരിക്കലും നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കരുത് ചിന്തിക്കേണ്ടത്, കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളുടെ കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ള ആൾക്കാരാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് ലൊക്കേഷനിലാണ് താമസിക്കുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരുടെ റൂട്ടീൻ എങ്ങനെയാണ്, അവരെക്കുറിച്ച് ഇൻ ഡീപ്പായിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് കസ്റ്റമേഴ്സിന് വേണ്ട പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ല നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങണം എന്ന് നിർബന്ധിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലുമില്ല. കസ്റ്റമറിൻ്റെ നീഡാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. സോ കസ്റ്റമറിനെ, നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ ആദ്യം ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ട് അവരുടെ പേഴ്സണാസ് എന്താണെന്നുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള റിസർച്ച് നമ്മൾ നടത്തണം. എന്നിട്ട് നമ്മളുടെ കസ്റ്റമർ ഏത് ലൊക്കേഷനിലാണുള്ളത് അവിടെയാണ് നമ്മൾ സർവീസ് കൊടുക്കേണ്ടത്. ആൻഡ് ആ ലൊക്കേഷനിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അവരിലോട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് റീച്ച് ഔട്ട് ചെയ്യേണ്ടത്, ഈ രീതിയിൽ നിങ്ങളൊരു പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ടതിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും, നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ സൊല്യൂഷൻ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്. ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ പല ക്ലാസ്സിലുള്ള ആൾക്കാരുണ്ടാവും. മിഡിൽ ക്ലാസ് ഉണ്ടാവും, ലോ ക്ലാസ് ഉണ്ടാവും, ഹയർ ക്ലാസ്, പ്രീമിയം ക്ലാസ് ഉണ്ടാവും. സോ ഇതിൽ ആരെയാണ് നിങ്ങൾ സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതിനനുസരിച്ചുള്ള സൊല്യൂഷനാണ് നിങ്ങളിവിടെ കുക്ക് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റും സർവീസുമാണ് നിങ്ങൾ കുക്ക് ചെയ്തിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റും സർവീസും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റും സർവീസും നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇതിൽ കറക്റ്റായിട്ട് നീഡ് മീറ്റ് ചെയ്യുന്ന ആൾക്കാർ എവിടെയാണുള്ളത്, ഏത് ലൊക്കേഷനിലാണ്, ടോപ്പ് ടയർ സിറ്റീസിലാണോ, ടയർ 2 സിറ്റീസിലാണോ, എവിടെയാണോ താമസിക്കുന്നത്, അവരിലോട്ടാണ് നിങ്ങൾ എത്തേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾ ജിയോഗ്രഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, ലോക്കലൈസേഷൻ്റെ കാര്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾ വരുത്തേണ്ടി വരും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കസ്റ്റമറിലോട്ടുള്ള ഓപ്പറേഷൻസ് ആണെങ്കിൽ പോലും, ഈവൻ അവരുടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് അടക്കം, നമ്മൾ അവിടെ പേയ്മെൻറ്റ്സ് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ പേയ്മെൻറ്റ് മെത്തേഡ്സ് പ്രിഫർ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ്സ് സസ്റ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും. അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ്സ് മാത്രമുള്ള സ്ഥലത്താണെങ്കിൽ ഓഫ്ലൈൻ മെത്തേഡ്സ് സസ്റ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും. ഇത്തരത്തിൽ പല എക്സാമ്പിൾസ് അതിൻ്റെ അകത്തുണ്ട്. ആൻഡ് പ്രീമിയം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ റീച്ച് ചെയ്യേണ്ട സാധനം, പ്രീമിയം പ്രൊഡക്ട്സ് നമ്മൾ പോയിട്ട് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉള്ള കസ്റ്റമേഴ്സിലോട്ട് പോയിട്ട് സെല് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതെന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് നടക്കില്ല എന്നുള്ളതാണ്. സോ ഈ ഓഡിയൻസിനെ നിങ്ങൾ കൃത്യമായിട്ടൊരു പിക്ചർ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റിനെ, നിങ്ങളുടെ സർവീസിനെ ഡിസൈൻ ചെയ്യേണ്ടതും അവരിലോട്ട് എത്തിക്കേണ്ടതെന്നുള്ളതാണ്. ആൻഡ് അതിൽ രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇതേ മോഡൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതേ ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരെ നിങ്ങൾ പഠിക്കുക. അവരെ പഠിക്കുന്ന സമയത്ത്, അവരെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്ട്രെങ്ത് ഏരിയാസ് ഏതാണ്, അവരുടെ വീക്കർ ഏരിയാസ് ഏതാണ്, അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് കസ്റ്റമറിലോട്ട് റീച്ച് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ആൻഡ് അതുപോലെ അവരുടെ വീക്കർ ഏരിയാസ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട്, മാർക്കറ്റിലെ ഗ്യാപ്പ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗ്യാപ്പിൽ കയറിയിട്ട് നിങ്ങൾ പിച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി, മോർ അക്സെപ്റ്റൻസ്, ക്ലിയർ ക്ലാരിറ്റിയിൽ അക്സെപ്റ്റൻസ് കിട്ടാനും നിങ്ങളുടെ കസ്റ്റമേഴ്സിലോട്ട് ഡയറക്റ്റായിട്ട് റൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. സോ അവിടെ നിങ്ങൾ ആ ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യുക, ആ ഗ്യാപ്പിൽ പിച്ച് ചെയ്യുക എന്നുള്ളത് എപ്പോഴും മൈൻഡിൽ വെക്കുക എന്നുള്ളതാണ്. ആൻഡ് കസ്റ്റമേഴ്സ് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണം, കസ്റ്റമേഴ്സിന് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കാത്തത്, എന്താണ് കോമ്പറ്റീറ്റേഴ്സ് മിസ് ചെയ്തിട്ടുള്ളത്, ആ പോയിന്റ്സ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അവിടെ നിങ്ങൾ ബെസ്റ്റ് ഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, പ്രൊഡക്റ്റും സർവീസും നിങ്ങൾ അടിപൊളിയായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അവിടെ അടിപൊളിയായിട്ടുള്ള പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ ഈ പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് റിസർച്ച് ചെയ്യുന്നതിലൂടെ, അവിടെയും ഈ പറഞ്ഞ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിലോട്ട് എത്താനും നിങ്ങളുടെ കസ്റ്റമേഴ്സിലോട്ട് സ്കെയിൽ ചെയ്യാനും നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ അടിപൊളി പ്രൊഡക്റ്റും സർവീസുമായിട്ട് പ്ലേസ് ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ്. അതിലൊരു പോയിന്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവർ ഓൾറെഡി വരുത്തി വെച്ചിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ടാവും. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡൽസിലുള്ള ആളുകൾ ഒരുപാട് മിസ്റ്റേക്സുകൾ വരുത്തി വെച്ചിട്ടുണ്ടാവും. ആ മിസ്റ്റേക്സുകൾ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ മിസ്റ്റേക്സുകൾ നമുക്ക് വരാതിരിക്കാനും നമ്മുടെ ഫ്യൂച്ചർ ജേണിയിലോട്ട് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ, അഹെഡായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് മൂന്നാമതായിട്ടൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിലുള്ള ട്രെൻഡിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റബിലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാർക്കറ്റിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം.
അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫീസിബിലിറ്റി അല്ലെങ്കിൽ വയബിലിറ്റി മാറിയിട്ടുണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ കൂടെ അഡാപ്റ്റ് ചെയ്യാനും അതിൻ്റെ കൂടെ പിവറ്റ് ചെയ്യാനും നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് V-Guardൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, V-Guard ഇന്ത്യയിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസർ കമ്പനി ആയിരുന്നു. ആൻഡ് ആ സ്റ്റെബിലൈസർ കമ്പനി എന്ന് പറയുമ്പോൾ അന്ന് അവർ അത്രയും വലിയ ബിസിനസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ ഇന്നും സ്റ്റെബിലൈസർ വിറ്റുകൊണ്ടിരുന്ന അവർക്ക് കച്ചവടം നടക്കുമോ? ഇന്ന് നമ്മൾ ആരെങ്കിലും സ്റ്റെബിലൈസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ ആൾ മനസ്സിലാക്കിയത് എന്താ, കുറച്ച് കാലം കഴിയുമ്പോൾ സ്റ്റെബിലൈസേഴ്സ് ഉപയോഗിക്കാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ സ്റ്റെബിലൈസേഴ്സ് ഉപയോഗിക്കാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റുമായിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, പല വേർട്ടിക്കൽസിലോട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഈ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി തന്നെ പല പ്രൊഡക്ട്സുകളിലോട്ട് എക്സ്പാൻഡ് ചെയ്യണം. അതുപോലെ മറ്റ് വേർട്ടിക്കൽസ്, മറ്റ് സെക്ടേഴ്സിലോട്ട് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കുകയും ആൾ അതിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ട് ഇന്ന് കൊച്ചു ജോസഫ് ചെല്ലപ്പള്ളി സാറും അവരുടെ ബിസിനസ് എംപയറും വലിയ രീതിയിൽ ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ, ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ജേണിയിൽ പിവറ്റ് ചെയ്യാൻ റെഡി ആവുക, അഡാപ്റ്റബിലിറ്റി ഉണ്ടാവുക, മാർക്കറ്റിലെ ട്രെൻഡ് മാറുന്നതനുസരിച്ച് ട്രെൻഡ് സെറ്റേഴ്സായിട്ട് നിങ്ങൾ മാറാന്നുള്ളതും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കസ്റ്റമർ ബിഹേവിയർ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ മോഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പിവറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ദെൻ യു ക്യാൻ സസ്റ്റെയിൻ ഇൻ എവറി ടൈപ്പ് ഓഫ് മാർക്കറ്റ് എന്നുള്ളതാണ്. സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസിങ് ഇൻസെക്റ്റാണ്. നിങ്ങളൊരു പ്രൈസിങ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഓവർ പ്രൈസ്ഡ് ആയാലും പ്രശ്നമാണ്, അണ്ടർ വാല്യൂഡ് ആയാലും പ്രശ്നമാണ്. അവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാക്ട് ടാർഗറ്റ് ഓഡിയൻസ്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് എത്ര പേ ചെയ്യാൻ റെഡി ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ ഫോറംസ് ക്രിയേറ്റ് ചെയ്യാം, സർവേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, ഫീഡ്ബാക്സ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാം. അവരുടെ അടുത്ത് ചോദിക്കാം, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും സർവീസും തരികയാണെങ്കിൽ നിങ്ങൾ എത്രയാണ് പേ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം, ഇത്ര എമൗണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ എത്രയായിരിക്കും നിങ്ങൾ പേ ചെയ്യുക. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് റിസർച്ച് നടത്തിക്കൊണ്ട് ശേഷം നിങ്ങൾക്ക് ഡിസിഷൻ എത്താൻ വേണ്ടി പറ്റും. അവിടെ കുറച്ചും കൂടി വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ടുള്ള രീതിയിലേക്ക് അവിടെ എക്സാക്ട്ലി അവർ എന്താണ് പേ ചെയ്യുക എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങളുടെ പ്രൈസിങ്ങും കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അണ്ടർ വാല്യൂഡ് ആവുന്ന പ്രശ്നം, ഓവർ പ്രൈസ്ഡ് ആവുന്ന പ്രശ്നം, അതുകൊണ്ട് സെയിൽസ് നടക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും വേണ്ടി പറ്റും. സോ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ എലമെൻറ്റിലും നിങ്ങൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഫിറ്റ് ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല, ഈ മാർക്കറ്റ് റിസർച്ച് ഒന്നും നടത്താതെ നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാനോ സക്സസ് ആവാനോ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫസ്റ്റ് പോയിന്റിൽ ഈ പറഞ്ഞ മാർക്കറ്റ് റിസർച്ച് ചെയ്യാനും ഈ പറഞ്ഞ എലമെൻറ്റുകളെല്ലാം ക്ലാരിറ്റി വരുത്താനും അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യും, അതിനുശേഷം നിങ്ങൾ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ജേണി ഏറ്റവും അടിപൊളി സക്സസ് ഉള്ള, ഏറ്റവും ഇൻഡസ്ട്രിയിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് വളർത്താനും ബിസിനസ്സായിട്ട് വളർത്താനും നിങ്ങൾക്ക് പറ്റുന്നതാണ്. സോ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് കാണാനും ഇതുപോലെ ഒരുപാട് കണ്ടൻസ് നിങ്ങൾക്ക് കിട്ടാനും നിങ്ങളുടെ ബിസിനസ് ജേണി അടിപൊളിയാക്കാനും നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ ഒരുപാട് മുകളിലോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു കോണ്ടന്റുമായിട്ട് കാണാം. സി